നമസ്കാരം. കേരളത്തെ പിന്തുണയ്ക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ആരോടും. പണം കൊടുത്ത് യാതൊന്നും വാങ്ങുന്നവരല്ല മലയാളികൾ. ഇടത് സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ള മലയാളികൾ കോൺഗ്രസുകാരെ പോലെ വടക്കോട്ട് നോക്കിയിരിക്കുകയുമില്ല. പണിയെടുക്കും. ബംഗാളികൾക്ക് പണി കൊടുക്കാനും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 10 പുത്തനുണ്ടാക്കാനും മലയാളിക്കറിയാം. ഹൈക്കമാൻഡിൽ നിന്ന് വിളി വന്നിട്ട് കേരളത്തിന് എന്തേലും ചെയ്യാമെന്ന വ്യാമോഹമൊക്കെയായി നടക്കുന്ന കോൺഗ്രസുകാർ അങ്ങ് കേന്ദ്രത്തിൽ BJPയുടെ കാല് പിടിച്ചാണ് പാർട്ടിയിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ നല്ലൊരു പ്രതിപക്ഷത്തിരുന്നിട്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ അടുത്ത് കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിച്ചില്ല? മലയാളികളുടെ ചോദ്യമാണ്. ഉത്തരം തരണം കോൺഗ്രസുകാരെ. ബൊമ്മയെ പോലെ ഒരു പാർട്ടി അധ്യക്ഷൻ നിർത്തിയിട്ട് അമ്മച്ചി ഗെയിം കളിക്കുന്ന കോൺഗ്രസിലെ പാർട്ടി പിളർപ്പ് പാലക്കാട് വെച്ചും ജനങ്ങൾ കണ്ടു. പക്ഷേ ഈ ഇലക്ഷൻ ടൈമിലെങ്കിലും അഭിപ്രായ ഭിന്നത കാണിക്കരുതെന്ന് പാർട്ടി നേതാക്കളോട് കോൺഗ്രസുകാർ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ. 10 പേരെ കാണിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നതാണ് BJP പ്രവർത്തകരുടെ രീതി. പാലക്കാട് നവ്യ ഹരിദാസിനെ ഇറക്കി ഞെട്ടിച്ച ഒന്നും കേരളം മറന്നിട്ടില്ല. കണ്ണീരോർമ്മകൾ ബാക്കി നിൽക്കുന്നയിടത്ത് മുല്ലപ്പൂവും ചോടി കണ്ണീരപ്പാൻ ആദ്യമായി എത്തിയ നവ്യയെ ചിരിയോടെയാണ് ജനങ്ങൾ കണ്ടത്. ഒരു മലയാളം സീരിയലിലെ നായികയെ പോലെ എല്ലായിടത്തും ഇവർ പൂവും ചൂടിയാണോ നടപ്പെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് കേട്ടു. അഭിപ്രായങ്ങളാണ്. തള്ളാം കൊള്ളാം. കേരളത്തിലെ ഭരണം കൊള്ളില്ലെന്നും ഇടതു സർക്കാർ കൊള്ളയടിക്കുകയാണെന്നും പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൽ നൽകി വരുന്ന അവാർഡുകളുടെ പട്ടിക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോഗ്യം, സ്റ്റാർട്ടപ്പ്, വ്യവസായം, മറൈൻ തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം കൈവരിച്ച വികസന നേട്ടങ്ങളെ എണ്ണിപ്പറയാൻ BJP പ്രവർത്തകരുടെ നാവ് പൊങ്ങില്ല. പക്ഷേ കേന്ദ്രം ഈ പുരസ്കാരങ്ങൾ നേരിട്ട് തരുമ്പോൾ സംഘി നേതാക്കൾ സംഘടിതമായിട്ട് മുന്നോട്ട് വരാത്തതെന്തേ? BJP സർക്കാരാണ് ശരി തന്നെ. പക്ഷെ പാർട്ടി നോക്കി അംഗീകാരം കൊടുക്കാൻ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കഴിയില്ലല്ലോ. അതൊക്കെയാണ് അതിനുള്ള കാരണം. ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള അവാർഡിന് കേരളം അർഹമായത് കഴിഞ്ഞ ദിവസമാണ്. കേരള സർക്കാർ വികസനം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കല്ല, മറിച്ച് ജനനന്മയ്ക്കാണ്. ഇതെല്ലാം ശ്രദ്ധിക്കാൻ പ്രവർത്തകരെ ശീലിപ്പിക്കണം മോദി സർ. നേട്ടത്തിന് വേണ്ടി അല്ലാതെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് അവർക്കുമൊന്ന് മനസ്സിലായിക്കോട്ടെ.